പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. ഇരുപത്തിനാല് ശ്ലോകത്തിലായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതിനുശേഷം കുറെ ഡൗട്ട് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കുറെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് ആത്മാവ് മുറിക്കപ്പെടാത്തവനും അതാക്കി നനയ്ക്കാനോ ഉണക്കാനോ പറ്റില്ല എന്നതിനാൽ ആത്മാവ് നിത്യനും സർവ്വവ്യാപിയും സ്ഥിരനും കിളക്കമില്ലാത്തവനും കാലാതീതനുമാകുന്നു. അപ്പം ആത്മാവ് നിത്യനാണ്, സർവ്വവ്യാപിയാണ്, സ്ഥിരനാണ്, കിളക്കമില്ലാത്തവനാണ്, കാലാതീതനമാണ്, സനാതനമാണ്. ഈ ഒരു ഇതാണ് പറയുന്നത്. ഈ ഇതിൽ കൂടെ നമ്മള് പരമാത്മാവിന്റെ എങ്ങനെ ഇരിക്കുക, പരമാത്മാവിന്റെ എന്തൊക്കെയാണ് അവസ്ഥകൾ വെച്ചാൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചുള്ള അതിനുണ്ടാവുന്ന ചേഞ്ചുകളോ ഇതനുസരിച്ചുള്ള ഇത് വെച്ച് കമ്പയർ ചെയ്തുകൊണ്ട്, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഇതൊന്നും അല്ലാത്തത് ആ രീതിയിലോട്ടാണ്, ഇതൊന്നും അല്ലാത്തൊരു സംഗതി ചെയ്തോ അതാണ് പരമാത്മ ചെയ്തെന്നുള്ള ഒരു അറിവിലോട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുപോയത്. അപ്പം നമ്മൾ അവസാനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ പരമാത്മ ചൈതന്യവും നമ്മളുള്ള ബന്ധം അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു ക്ലാരിറ്റി ഒന്നുകൂടെ കൊണ്ടുവരാം നമുക്ക്. ഈ പരമാത്മ ചൈതന്യം ഇങ്ങനെ എല്ലായിടത്തും നിറഞ്ഞ, എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങൾ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, അത് ജീവനുള്ളതിൽ മാത്രമല്ല, ജീവനില്ലാത്തതിലും ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രപഞ്ചത്തിലെ ദേശകാല പരിമിതികളില്ലാതെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെ കിടക്കുന്ന അതാണ് നിത്യൻ, സർവ്വവ്യാപി, സ്ഥിരൻ, ഇളക്കമില്ല, എങ്ങോട്ടും മാറാനൊക്കത്തില്ല, പണ്ടേ ഉള്ളവനാണ്, ദേശകാല പരിമിതികളില്ലാതെ കിടക്കുക. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന ഒരു വസ്തു മീൻസ് ഒരു എൻറ്റൈറ്റി ആണത് പരമാത്മ ചൈതന്യം. അതൊരു കോൺഷ്യസ് ബോധ ചൈതന്യമാണ്, ജഡമല്ലത്. ബോധമുള്ളതാ, ബോധ ചൈതന്യമാണ്. അപ്പം ഈ ബോധ ചൈതന്യവും ഞാൻ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഇന്നലെ വന്നപ്പോഴേ അതിനെക്കുറിച്ച് ഒരു ഡിസ്കഷൻ ഉണ്ടായതുകൊണ്ടാണ് തിരിച്ചും പറയുന്നത്. അപ്പം ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഒരംശം ആ പരമാത്മ ചൈതന്യം ഇങ്ങനെ നിറഞ്ഞ് എന്നിൽ കൂടെയും കടന്നു പോകുന്നുണ്ട്, എന്നിലും ഉള്ളിലുമുണ്ട് വെളിയിലുമുണ്ട്, ഇങ്ങനെ കണ്ടിന്യൂറ്റിയാണ്, അതിനൊരു ഒരു ഒരു ഗ്യാപ്പേ ഇല്ല. അപ്പം ആ പരമാത്മ ചൈതന്യം എന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ എന്നിൽ കൂടെ കടന്ന് എന്നിൽ ശരീരത്തിലുള്ളപ്പോഴേ ആ പരമാത്മാവിന്റെ ഒരു അംശം എന്റെ വാസന മീൻസ് കാരണ ശരീരം ആൻഡ് സൂക്ഷ്മ ശരീരം, ഇത് രണ്ടിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നതാണ്, അത് റിഫ്ലക്ട് ചെയ്യുന്നതാണ് ഞാനായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന, നമ്മൾ ഈ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും. ആ പരമാത്മ ചൈതന്യത്തിന്റെ അംശം എന്ന് വെച്ചാൽ എന്റെ ശരീരത്തോടെ കടന്നു പോകുമ്പോൾ ബാക്കി എത്രയോ സ്പ്രെഡ് ചെയ്ത് കിടക്കുക. ഈ അംശം എന്ന് ഉദ്ദേശിക്കാൻ കാരണം ഒരു പാർട്ട്, ഒരു പങ്കെന്നല്ല അതിനർത്ഥം. അതിൽ എന്റെ ശരീരത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ പരമാത്മ ചൈതന്യം എന്റെ വാസനയിൽ റിഫ്ലക്റ്റ് ആവുക. ആ റിഫ്ലക്റ്റ് ആകുമ്പോൾ എന്റെ വാസന ഈ ശരീരത്തിൽ കൂടെ പ്രകടമാകുക. എന്റെ സ്വഭാവം, വാസന എന്ന് വെച്ചാൽ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്. ഞാൻ ജന്മങ്ങളായിട്ടുണ്ട് സഞ്ചിത കർമ്മം. ഈ സഞ്ചിത കർമ്മമാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സഞ്ചിത കർമ്മമാണ് ഒരു പാർട്ട് എന്റെ ശരീരമായിട്ട് മാറിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിൽ ഏത് അച്ഛനും അമ്മയ്ക്കും ഏത് ഗുണങ്ങളോടുകൂടിയ ശരീരമായിട്ട്, കൈയും കാലും അല്ലെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ശരീരമാണോ ഡിഫക്റ്റീവ് ശരീരമാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് എന്റെ കഴിഞ്ഞ ജന്മങ്ങളിൽ വരെ ചെയ്തു കൂട്ടിയ കർമ്മഫലങ്ങളുടെ ഫലമാണ് എന്റെ ശരീരത്തിന്റെ സ്ഥിതി നിശ്ചയിക്കുന്നത്. അപ്പം ആ സഞ്ചിത കർമ്മമാണ് ഒരു പാർട്ട് എന്റെ ശരീരമായിട്ട് മാറുന്നത്. ബാക്കി ഉള്ളത് പ്രാരബ്ധമാവുന്നു. ജനിച്ചു കഴിഞ്ഞാൽ ആ സഞ്ചിത കർമ്മം കുറച്ച് ശരീരമായിട്ട് മാറും, ബാക്കി എന്റെ പ്രാരബ്ധമായിട്ട് മാറും. ഈ ജന്മത്തിൽ ഞാൻ അനുഭവിച്ച് തീർക്കേണ്ടതാണതല്ല. എന്റെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും കർമ്മഫലത്തിലുണ്ട്. അപ്പൊ അത് പ്രാരബ്ധമായിട്ട് മാറും.
ഈ വാസനയിൽ ഞാൻ കൊണ്ടുവന്ന വാസനയില് ആ സഞ്ചിത കർമ്മത്തിൽ പ്രതിഫലിച്ചാണ് ഞാൻ എന്നുള്ള വ്യക്തി രൂപപ്പെട്ടിരിക്കുന്നത്. ഈ രൂപം ഈ നമ്മളിപ്പോ ഞാനെന്നൊക്കെ പറഞ്ഞ എല്ലാവരും അവരവരെ ഞാൻ പോയി ഞാൻ ചെയ്യുന്നു ഞാൻ കാണുന്നു. ഈ ഞാൻ എന്നുള്ള ഭാവം ഒരു ഭ്രമമാണ്, സ്ഥിരമായിട്ടുള്ളതല്ല, മാറ്റമുള്ളതാണ്. അപ്പൊ ഈ പരമാത്മ ചൈതന്യം വാസനയിൽ റിഫ്ലക്റ്റ് ആയതാണ് ഈ ഞാനെന്ന ഭാവം, ഞാനെന്ന വ്യക്തി. ഇതിനൊരു എക്സാമ്പിൾ പറയാം, എന്നാൽ ഒന്നുകൂടെ മനസ്സിലാവും. ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു അംശം വാസനയിൽ റിഫ്ലക്റ്റ് ആവുമെന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഗ്രഹിക്കാൻ ഞാനൊരു വേറൊരു ഉദാഹരണം പറയാം. നമ്മള് കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ണാടി നോക്കുന്നവരാ. കണ്ണാടി നോക്കി നമ്മൾ തല ചെയ്യുകയോ ഒരുക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കണ്ണാടിയിൽ നോക്കുന്നുണ്ട്. നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ പ്രതിഫലനം കാണാം. ഈ നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ പ്രതിബിംബം കാണാം, നമ്മുടെ ഇമേജ് കാണാൻ പറ്റും. ഇതിന്റെ പുറകിലുള്ള ഒരു മെക്കാനിസം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ കണ്ണാടിയിൽ നമ്മളെ കാണുന്നില്ലേ? അതിന്റെ പുറകെ അത് എങ്ങനെ സംഭവിക്കുന്നു? ആ പ്രതിരൂപം എങ്ങനെയാ കാണാൻ പറ്റുന്ന അവിടെ? അത് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ പ്രതിരൂപം കാണാൻ പറ്റുന്നതിന്റെ പുറകിലൊരു മെക്കാനിസം എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശം. സൂര്യപ്രകാശം എല്ലാത്തിന്റെയും ബേസ് സൂര്യപ്രകാശം. പ്രകാശം നമ്മുടെ ശരീരത്തിൽ തട്ടും, നമ്മൾ ശരീരത്തിൽ വന്ന് പതിക്കും. ഈ ശരീരത്തിൽ നിന്ന് ആ സൂര്യപ്രകാശം പ്രതിഫലിച്ച് നമ്മുടെ ശരീരത്തിൽ തട്ടി പ്രതിഫലിച്ച് കണ്ണാടിയിൽ ചെന്ന് വിട്ടിട്ട് അവിടുന്ന് എഗൈൻ അത് റിഫ്ലക്റ്റ് ആയി എന്റെ കണ്ണിലോട്ട് വരും. സൂര്യപ്രകാശത്തിലെ ആ സൂര്യപ്രകാശം എന്നിൽ വീണ് എന്റെ പ്രകാശം വെച്ചാൽ നമ്മുടെ ഇപ്പൊ ലൈറ്റോ ഏതായാലും ആ ലൈറ്റ് എന്നിൽ വന്ന് വീഴും. ആ ലൈറ്റിന്റെ റേസ് എന്റെ വന്നിട്ട് എന്റെ ശരീരത്തിന് പ്രതിഫലിച്ച് അത് കണ്ണാടിയിൽ ചെന്ന് വീഴും. ആ കണ്ണാടിയിൽ ചെന്ന് വീണിട്ട് ആ എഗൈൻ ആ പ്രകാശം എന്റെ കണ്ണിലോട്ട് പ്രതിഫലിച്ചു വരും. അപ്പൊ എന്റെ ഈ രൂപത്തിലുള്ള ഈ ഷേപ്പിലുള്ള എവിടൊക്കെയുണ്ടോ അതിന്റെയൊക്കെ ആ ഭാഗത്തൊക്കെ തട്ടി അതേ ഇതുപോലെ അവിടെ പോയി കണ്ണാടിയിൽ തട്ടി അവിടുന്ന് പ്രതിഫലിച്ച് എന്റെ കണ്ണിൽ വരുമ്പോഴാണ് കണ്ണിൽ കൂടെ എന്റെ മനസ്സിലോട്ട്, എന്റെ കണ്ണ് മാത്രമല്ല, കണ്ണല്ല ഇത് കാണുന്നേ, ഉള്ളിലുള്ള മനസ്സാണ് ഇത് കാണുന്നത്. അപ്പം ഇതാണ് അവിടെ നടക്കുന്നത്. സൂര്യപ്രകാശം എന്നിൽ തട്ടി, ഈ പ്രകാശം എന്നിൽ നിന്ന് പ്രതിഫലിച്ച് കണ്ണാടിയിൽ തട്ടി, കണ്ണാടിയിൽ നിന്ന് എന്റെ കണ്ണിലോട്ട് വരുമ്പോഴാണ് എന്റെ പ്രതിബിംബം കാണാൻ പറ്റുന്നത്. ഇതെല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാവുന്നല്ലോ. ഇതിലെ സൂര്യപ്രകാശം ഇല്ല, ഒരു പ്രകാശവും ഇല്ലെന്ന് വെച്ചു. എന്റെ പ്രതിബിംബത്തിന് അവിടെ ഉണ്ടാവുമോ? എന്റെ പ്രതിബിംബം അവിടെ ഉണ്ടാവത്തില്ല. കാരണം ഒരു പ്രകാശവും ഇല്ല, ഇരുട്ടാണ്, ടോട്ടൽ ഇരുട്ടാണ്. അവിടെ എന്റെ പ്രതിബിംബം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാവത്തില്ല. നമുക്ക് കാണാൻ പറ്റത്തുന്നുള്ളതല്ല, അവിടെ ഒരു പ്രതിബിംബം ഉണ്ടാവുന്നില്ല. കാരണം റേ സൗണ്ട് തട്ടി അവിടെ ചെല്ലുന്നില്ല. അപ്പം അവിടെ ഒരു രൂപം ഉണ്ടായിട്ടില്ല. ഇതുപോലാണ് പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം. എന്നുവെച്ചാല് ആ സൂര്യപ്രകാശത്തിൽ എന്റെ ശരീരത്തിൽ തട്ടി കണ്ണാടിയിൽ പ്രതിഫലിച്ചാണ് എന്റെ രൂപം പോലെ എന്റെ രൂപം അവിടെ കാണുന്നു. അപ്പം അവിടെ കണ്ടിട്ടില്ലേ, ഒരു സിംഹം ഒരു കിണറ്റിൽ പോയി കുനിഞ്ഞു നോക്കിയപ്പോ അത് വേറൊരു സിംഹം കുരയ്ക്കുന്നതായിട്ട് അലറുന്നതായിട്ട് തോന്നിയതും അത് എടുത്ത് ചാടുന്നതൊക്കെ ഒരു കഥ കേട്ടിട്ടുണ്ടല്ലോ. എന്ന് പറയുന്ന പോലെ നമ്മുടെ ആ രൂപം നമുക്ക് തോന്നുവാണ് അത് ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നുക. അത് ഒറിജിനൽ അല്ല, റിയൽ അല്ല, യഥാർത്ഥമല്ല ആ രൂപം. ഇതേപോലാണ് ഈ ഭൗതികമായിട്ടുള്ള പ്രകാശമാണ് സൂര്യപ്രകാശം. ഈ ഭൗതിക പ്രകാശത്തെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ പരമാത്മ ചൈതന്യ പ്രകാശത്തെ നമുക്ക് കണ്ണുകൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റത്തില്ല. ഈ പരമാത്മ ചൈതന്യ പ്രകാശമാണ് എന്റെ വാസനയിൽ തട്ടി, എന്റെ വാസനയാണ് ഞാൻ എന്നുള്ള രൂപത്തിൽ ഈ പ്രതിബിംബം പോലെ കാണുന്നത്. ഒരു കണ്ണാടിയിൽ എന്റെ പ്രതിബിംബം കാണുന്ന പോലാണ് ഈ പരമാത്മ ചൈതന്യത്തിനുള്ള പ്രകാശം എന്റെ ഉള്ളിലിരിക്കുന്ന വാസനയിൽ തട്ടി ആ മനസ്സിങ്ങനെ പ്രകടമായി ശരീരത്തിൽ കൂടെ ഞാൻ ഓരോന്നും കൈയും കാലും ഒക്കെ എടുത്ത് പ്രവർത്തിക്കുന്നു. ആ പരമാത്മ ചൈതന്യ എഫക്റ്റ് ഇല്ലെങ്കിലോ ആ ശരീരം ഒന്നും അനങ്ങാതെ അങ്ങനെ കിടക്കും. എന്റെ സ്വഭാവം ആർക്കും അറിയാൻ പറ്റത്തില്ല. ഒരു ഡെഡ് ബോഡിയുടെ സ്വഭാവം നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു ഡെഡ് ബോഡി കണ്ടാൽ അയാൾ ഇന്ന സ്വഭാവക്കാരനാണെന്ന് പറയാൻ പറ്റുമോ? അയാൾ പ്രവർത്തിച്ചു തുടങ്ങി, അയാൾ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് അയാൾ ഇന്ന തരക്കാരനാണെന്ന് അറിയുന്നത്. അപ്പൊ അത് ജഡമായി കഴിഞ്ഞു. ഈ ജീവനുള്ള ഈ പരമാത്മ ചൈതന്യം ആ ശരീരത്തിൽ കൂടെ ജീവനായിട്ട് പ്രകടമാകുമ്പോഴാണ് അത് നമുക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റുന്നത്.
അപ്പൊ അതിന്റെ പരമാത്മ ചൈതന്യത്തിന്റെ അഭാവത്തിൽ അയാൾ ഇല്ല. പരമാത്മ ചൈതന്യം ഉണ്ടെങ്കിൽ ആ വാസന നമുക്ക് കാണാം. ഇതാണ് നമ്മളും പരമാത്മ ചൈതന്യം തമ്മിൽ വ്യത്യാസം. ഈ പരമാത്മ ചൈതന്യത്തിനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ ഒക്കത്തില്ല. അതാ പറഞ്ഞ് പഞ്ചഭൂത നമ്മുടെ കണ്ണിന്റെ അടുത്ത ശ്ലോകം അതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ നിത്യനാണ്, അല്ലെങ്കിൽ തീ കൊണ്ട് ദഹിപ്പിക്കാനൊക്കത്തില്ല, വെള്ളം കൊണ്ട് നനയ്ക്കാനൊക്കത്തില്ല, കാറ്റ് കൊണ്ട് ഉണക്കാനൊക്കത്തില്ല, ഏതെങ്കിലും ഖരപാത്രം കൊണ്ട് അതിന് മുറിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഈ ആ 5 രീതിയിലുള്ള ഭൗതികമായ പഞ്ചഭൂതത്തിന്റെ രീതിയിലുള്ള ഒരു നാശങ്ങളും ഇതിന് ആപ്ലിക്കബിൾ അല്ല, ഇതിന് ബാധകമല്ല. അങ്ങനെ ഒരു വസ്തു നിത്യമായിരിക്കും, സർവവ്യാപിയായിരിക്കും, താണുമായിരിക്കും, നിശ്ചലമായിരിക്കും, ഉറച്ചതായിരിക്കും, ഇളകാത്തതായിരിക്കും. അത് സനാതന. അങ്ങനെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കുന്ന, പണ്ട് ഏത് ദേശകാല പരിമിതികളിൽ ഇല്ലാതെ നിലനിൽക്കുന്ന ഒരു വസ്തു ആയിരിക്കും അതെന്ന് നമ്മുടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഈ നമ്മുടെ പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് കാണാൻ, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കാണാനൊക്കാത്ത ഒരു എൻറ്റൈറ്റിയാണ്, ഒരു വസ്തുവാണത്. അതിനെ വസ്തുബോധം എന്നാ പറയുന്നത്. വസ്തു എന്ന് പറയും. വസ്തു എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തിന്റെ വിട്ടുള്ള വസ്തു എന്ന് പറഞ്ഞാൽ പറയുന്നത് വസ്തുബോധം എന്നാ പറയുന്നത്. ഈ പരമാത്മ ചൈതന്യം നമുക്ക് അതിന്റെ ഒരു ബോധം വേണം, വസ്തുബോധം. അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. നമ്മൾ ഈ ബുദ്ധിയിൽ അതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായി വേണം നമ്മൾ അതിലോട്ട് ലയിക്കാൻ. അപ്പൊ ഈ ബുദ്ധിയിലെ അറിഞ്ഞ് എന്റെ വാസനകളെ ഞാൻ കഴുകിക്കളയണം. അതിനുള്ള പ്രതിവിധികളും എങ്ങനെയൊക്കെയാണ് ഈ വാസനകളെ കഴുകിക്കളയേണ്ടത് എന്നുള്ള രീതി പറയുന്നുണ്ട്. നമ്മളൊരു വെള്ളം നമ്മുടെ കയ്യിൽ അഴുക്ക് വരുമ്പോൾ സോപ്പിട്ട് കഴുകി അതുപോലൊരു പ്രോസസ് അല്ല. ഇതെല്ലാം ഭൗതികമാണ്. ഇത് വാസനകളെല്ലാം ആത്മീയ, മനസ്സിന്റെ തലത്തിൽ, മനസ്സിനെ പോലും കാണാനൊക്കത്തില്ല. ഈ മനസ്സിലെ അഴുക്കിനെ എങ്ങനെ കളയാൻ പറ്റും? ഭൗതികമായിട്ടുള്ള രീതിയിലല്ല. നമ്മുടെ കർമ്മം, നമ്മുടെ മനോഭാവം, നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും ഏത് മനോഭാവത്തിൽ ചെയ്താൽ എനിക്ക് ആ വാസനകളിൽ നിന്ന് മുക്തമാകാം, വാസനകളെ ഇല്ലാതാക്കാം എന്നുള്ള അതിനാണ് നമ്മൾ ഗീത പഠിക്കുന്നത്. അപ്പം ഈ ഒരു പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ആ ബന്ധം ഈ കണ്ണാടിയിൽ കാണുന്ന പ്രതിരൂപമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാവും. ഈ നമുക്ക് ഈ സൂര്യപ്രകാശവും ബാക്കി എല്ലാ പ്രകാശങ്ങളും നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. ആ പ്രകാശത്തിനെ നമുക്ക് സൂര്യപ്രകാശവും അല്ലെങ്കിൽ ഏതെങ്കിലും ലൈറ്റിന്റെ പ്രകാശത്തിനെയൊക്കെ നമുക്ക് ആ പ്രകാശത്തിലാണ് നമ്മളെല്ലാം കാണുന്നത്. ആ പ്രകാശം ഇല്ലെങ്കിലോ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ ഒന്നും കണ്ടില്ല, കാണാൻ പറ്റത്തില്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം ഇന്ദ്രിയങ്ങളിൽ കൂടെ കണ്ട്, അല്ലെങ്കിൽ ഓരോന്നും നമ്മുടെ ഇന്ദ്രിയങ്ങൾ വെച്ച് അനുഭവിച്ചാണ് ഒരു സംഗതിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രകാശം ഒരു വലിയൊരു വസ്തുതയാണ്. കാരണം വ്യക്തമാവണം. ആദ്യം വ്യക്തമാവുന്നത് എങ്ങനെയാ? അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ്. അപ്പൊ അത് ആദ്യം, എന്നിട്ട് വേണം അതിനെക്കുറിച്ചുള്ള മറ്റുള്ള ഇന്ദ്രിയങ്ങളിൽ കൂടെ അതിന്റെ ഉള്ളിലോട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇതേപോലെ പരമാത്മ ചൈതന്യത്തിന്റെ പ്രകാശം നമുക്ക് കാണാൻ പറ്റത്തില്ല, നമ്മുടെ മനസ്സിനെ പോലും കാണാൻ പറ്റത്തില്ല. അപ്പം അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യത്തിനെയും കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈ ചൈതന്യത്തിലാണ് എന്റെ മനസ്സ് പ്രവർത്തിക്കുന്നത്. നമുക്ക് വേറൊരു ഇതും കൂടെ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മൾ കണ്ണടച്ച് നമുക്ക് ഈ കണ്ണടച്ചാൽ നമുക്കൊന്നും ഈ പ്രകാശത്തിന്റെ പ്രസൻസേ ഇല്ലല്ലോ. പക്ഷെ നമ്മൾ കണ്ണടച്ചിരുന്നാൽ നമ്മുടെ മനസ്സിലെ നമ്മൾ കണ്ട അനുഭവങ്ങളും കണ്ട വ്യക്തികളെ എല്ലാം അതേപോലെ നമുക്ക് കാണാൻ പറ്റും, ഇല്ലേ? നമ്മുടെ വ്യക്തികളെയും നേരത്തെ ഉണ്ടായ സംഭവങ്ങളും ആ സീക്വൻസും എല്ലാം നമ്മുടെ ആ വെളിച്ചത്തെ എപ്പോ കണ്ടോ അതേപോലെ എന്റെ മനസ്സിൽ കണ്ണടച്ചാലും എനിക്ക് കാണാൻ പറ്റും. ദൈവങ്ങളുടെ രൂപങ്ങളൊക്കെ, ഓരോ ഫോട്ടോകളൊക്കെ ഉണ്ട്. നമ്മൾ ആ ദൈവത്തിന്റെ രൂപത്തിനെ മനസ്സിൽ ഇങ്ങനെ കാണുക. ആ ഫോട്ടോയുടെ രൂപത്തിനെ എന്റെ കണ്ണടച്ചാലും എനിക്ക് മനസ്സിൽ കാണാം. എന്റെ ബന്ധുക്കളെയും എന്റെ വസ്തുക്കളെയും എല്ലാത്തിനെയും എനിക്ക് മനസ്സിൽ കണ്ണടച്ചാലും കാണാം. എങ്ങനെയാ ഞാൻ കാണുന്നേ? അത് അവിടെ വേറെ പ്രകാശമില്ല, പക്ഷെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് എന്നെ കാണാൻ അനുവദിക്കുന്ന ആ ശക്തി ഈ പരമാത്മ ചൈതന്യത്തിന്റെ പ്രകാശത്തിലാണ് ഞാൻ എന്റെ മനസ്സിലെല്ലാം കാണുന്നത്. ഒരു ഡെഡ് ബോഡിക്ക് ഇങ്ങനെ കാണാൻ പറ്റുമോ? കാരണം ആ പരമാത്മ ചൈതന്യന്റെ പ്രകാശം അവിടെ ആ മനസ്സിൽ ഫലിക്കുന്നില്ല, അത് വിട്ടു. ആ സമയത്ത് പരമാത്മ ചൈതന്യമുണ്ട്, അതിന്റെ പ്രകാശം ആ മനസ്സിൽ പ്രതിഫലിക്കുന്നില്ല. ആ പരമാത്മ ചൈതന്യ പ്രകാശം മനസ്സിൽ പ്രതിഫലിപ്പിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം കണ്ണടച്ചാലും നമുക്ക് എല്ലാം കാണാൻ, എനിക്ക് ഓരോന്നും അറിയാൻ പറ്റും. കണ്ണടച്ചിരുന്നോണ്ട് ഞാൻ ഓരോ അനുഭവങ്ങളെയും എല്ലാം ഞാൻ അറിയുന്നത് എന്റെ മനസ്സിലാ. ഈ ഈ അറിവ് എനിക്ക് തരുന്നതിന്റെ കാരണം പരമാത്മ ചൈതന്യത്തിനുള്ള പ്രകാശമാണ്. ഇതുപോലെ നമ്മൾ സൂര്യപ്രകാശത്തിൽ ഓരോന്നും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് പോലെ എനിക്ക് കണ്ണടച്ചാലും എനിക്കെല്ലാം ഈ അറിവ് തരുന്ന എനിക്ക് അറിവെന്ന് പറയുന്നത് ഇതിന്റെ പ്രകാശത്തിലാണ് എനിക്ക് അറിവുണ്ടാവുന്നത്. സൂര്യപ്രകാശത്തിലേക്ക് ഭൗതികമായിട്ടുള്ള അറിവുണ്ടാവും.
ഈ ഭൗതികമായിട്ടുള്ള അറിവ് വേണമെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ കൂടെ സൂര്യപ്രകാശം മാത്രമേ ഉണ്ടായാലും ഒക്കുവോ? എന്റെ ഈ അറിവ് ബുദ്ധി വർക്ക് ചെയ്യുന്നില്ലെങ്കിലോ സൂര്യപ്രകാശം ഉണ്ടായാൽ എനിക്ക് മനസ്സിലാകൂ. ഇപ്പൊ ഡെഡ് ബോഡിയുടെ മേളിൽ സൂര്യപ്രകാശം വീഴുന്നുണ്ട്, അതിന്റെ കണ്ണ് തുറന്നിരിക്കുന്നുണ്ട്, സൂര്യപ്രകാശം ഉണ്ട്, അതിന് മനസ്സിലാവൂ? ഇപ്പൊ സൂര്യപ്രകാശം മാത്രം പോരാ. ഈ സൂര്യപ്രകാശത്ത് കണ്ണു തുറന്നിരുന്ന ജഡത്തിന് കാണാനൊക്കാത്തതുപോലെ നമ്മളുടെ ഉള്ളിലെ ആ പരമാത്മ ചൈതന്യത്തിന്റെ പ്രകാശമില്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, നമുക്ക് ഒന്നും അറിയാൻ പറ്റത്തില്ല, നമ്മൾ ജഡമായി പോകും. ഇതാണ്. അപ്പം ഈ ജീവാത്മാവ് എന്ന് പറയുന്ന ഒരു ഭ്രമമാണ്, ഒരു പ്രതിബിംബമാണ്. ഞാനൊരു പരമാത്മാവാണെങ്കിൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി എന്റെ പ്രതിരൂപം കാണാമെങ്കിൽ ആ പ്രതിരൂപമാണ് ജീവാത്മാവ്, ഞാൻ പരമാത്മാവാണ്. ഇങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാം. ബുദ്ധിയിൽ പരമാത്മാവിനെ കുറിച്ച് നമുക്കൊന്നും പറഞ്ഞറിയിപ്പിക്കാൻ ഒക്കത്തില്ല. നമുക്ക് ചില ഇങ്ങനെയുള്ള ഒരു കമ്പാരിസണിൽ കൂടെ ഇതാണെന്നുള്ളത് അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ നമ്മുടെ അനുഭവത്തിൽ കൂടാണ് നമ്മൾ അതിനെ അതുമായിട്ട് ലയിക്കേണ്ടത്. നമ്മുടെ മനസ്സാണ് അതുമായിട്ട് ലയിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ സാധാരണ ഒരു ഇത് കഴിയിക്കുമ്പോൾ നമ്മുടെ അനുഭവമാണത്, അല്ലാതെ നമ്മുടെ അറിവിലൊക്കത്തില്ല. അറിവിൽ കൂടെ അതിനെ മനസ്സിലാക്കി അറിവിനെയും വിട്ട് നമ്മൾ അതുമായിട്ട് ലയിക്കണം. പിന്നെ അവിടെ അറിവില്ല, ഒന്നുമില്ല, മനസ്സ് അതിൽ ധ്യാനത്തിൽ കൂടെ ലയിക്കും. അങ്ങനെ ഞാൻ പരമാത്മ ചെയ്തുകൊണ്ട് എനിക്ക് അതാണ് മുക്തി അല്ലെങ്കിൽ മോക്ഷമാർഗം. ഇതാണ് ജീവാത്മാ പരമാത്മാവെന്നുള്ള കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഈ ഗീത പഠിക്കാൻ, ഈ ഗീത വായിച്ചുകൊണ്ടിരിക്കാൻ. ഈ ബേസിക് ആയിട്ടുള്ള അറിവില്ലെങ്കിൽ നമ്മളുമായിട്ട് ഒരു ബന്ധവും തോന്നത്തില്ല. അപ്പൊ ഈ ഒരു വസ്തുത മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. കാരണം നമുക്ക് അത് വ്യക്തമാക്കാം വെച്ചാൽ ഈ നമുക്കൊരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടും. ഐഡിയ കിട്ടാത്തവരുണ്ടെങ്കിൽ പറയണം. ഇല്ല ഇല്ല, മനസ്സിലായി. ഷീബയ്ക്ക് മനസ്സിലായി. ലളിത ചേച്ചിക്ക് മനസ്സിലായി. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം. അതുകൊണ്ട് ഒരു ഇതുമില്ല. നമ്മുടെയൊക്കെ മനസ്സിൽ ഇത് നമുക്ക് പെട്ടെന്ന് പഠിച്ചു തീരണമെന്നൊന്നുമില്ല. എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മതി. പ്രീതുവിന് ഏകദേശം മനസ്സിലായി സാർ. ഒന്നും കൂടെ ഏകദേശം ഒന്നുണ്ടായിരുന്നു. എവിടാണ്? അല്ല, ഞാൻ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറി. അപ്പൊ ആ ഒരു കണ്ടിന്യൂഷൻ എനിക്ക് അങ്ങോട്ട് ഒന്നുകൂടെ നാളെ അതൊന്ന് കേൾക്കുമ്പോ ശരിയാവും. അതെ. അല്ല, നാളെ അതെന്റെ ആ ഇത് സാർ ഇടുമ്പോഴേ അതൊന്നുകൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും. ഇല്ലെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ നാളെ ചോദിക്കാം സാർ, നാളത്തെ ക്ലാസ്സിൽ. നാളെ തീർച്ചയായിട്ടും ഈ റെക്കോർഡ് കേട്ട് നോക്ക്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിറ്റിക്ക് കുറച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ക്ലാരിറ്റി എന്തെങ്കിലും വേണമെങ്കിൽ അപ്പൊ അത് ക്ലിയർ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നാളെ ചോദിച്ചോളാം സാർ. അശ്വതിക്ക് കേൾക്കാമോ? സാറേ, ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാ വന്നതേ. കുറച്ചൊക്കെ കേട്ടുള്ളൂ. ബാക്കി ഞാനിത് കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാറിനോട് അടുത്ത ക്ലാസ്സിൽ ചോദിച്ചു. ബിനുവിന് ഞാൻ താമസിച്ചാണ് കയറുന്നത്. 25-ാമത്തെ ശ്ലോകത്തിലാണ്. 24 ഇന്നലെ കഴിഞ്ഞത്. ഇപ്പൊ അടുത്ത 25 പോകാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇന്നലെ കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒന്നുകൂടെ ഒന്ന് വ്യക്തമാക്കാന്ന് വിചാരിച്ചത്. ഞാൻ ഇന്നലെ എനിക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, സിമ്മും പ്രോബ്ലം ആയിരുന്നു. അപ്പൊ ഒന്നിലും കയറാൻ ഒക്കില്ലായിരുന്നു. 24 ഇന്നലെ വായിച്ചു നോക്കി. അപ്പം അതിച്ചിരി കാണു, പിന്നെ അച്ചല്ല, ഇതൊക്കെ എല്ലാം കൂടെ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. ഒന്നുകൂടെ വായിച്ചപ്പോ ഏകദേശം തപ്പി. 25 മൊത്തം ഈ ആത്മാവൊക്കെയാണല്ലോ. അതെ, ഇത് മറ്റേത് ഭൗതികമായിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ മനസ്സിന്റെ തലത്തിൽ എങ്ങനെ അറിയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഇന്നലത്തെ റെക്കോർഡ് കേട്ടായിരുന്നോ? ഇല്ല, റെക്കോർഡ് കാണാൻ പറ്റില്ല. എന്റെ മൊബൈൽ ഇന്നാണ് ശരിയായത്. ഓക്കെ, റെക്കോർഡ് കൂടെ കേൾക്കണം. കാരണം ഇതിനെ കുറിച്ചൊക്കെ വിസ്തരിച്ച് എല്ലാവരും ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം എന്നിട്ട് അതും കൂടെ വായിക്കുമ്പോ 24 വായിക്കുമ്പോ ഒന്ന് ക്ലിയർ ആവും. ക്ലിയർ ആയില്ലെങ്കിൽ പറയണം, തീർച്ചയായിട്ടും നമുക്ക് ക്ലിയർ ചെയ്യാം. മഞ്ജുഷയ്ക്ക് ക്ലിയർ ആവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. നമുക്കെന്നാ 25-ാമത്തെ വായിക്കാം.
ബിനുവിന് വായിക്കാമോ 25-ാമത്തെ ശ്ലോകം അർത്ഥം? അവ്യക്തോയമചിന്യോയം അവികാര്യോയമുച്യത്തെ തസ്മാദേവം വിദിത്വാനം നാനുശോചിതുമർഹസി. ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനല്ലാത്തതിനാൽ അവ്യക്തനെന്നും മനോബുദ്ധികൾക്ക് വിഷയമല്ലാത്തതിനാൽ അചിന്യനെന്നും ജഡവസ്തു അല്ലാത്തതിനാൽ അവികാരി എന്നും പറയപ്പെടുന്നു. അതിനാൽ ആത്മാവിനെ ഇപ്രകാരം അറിഞ്ഞ് ദുഃഖിക്കുവാൻ പാടില്ലാത്തതാകുന്നു. ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം അറിയുന്നവന് ദുഃഖിക്കാൻ അവകാശമില്ല. ആരും ആരെയും കൊല്ലുന്നില്ല എന്നും ആരാലും കൊല്ലപ്പെടുന്നുമില്ല എന്നും ആത്മജ്ഞാനിക്കറിയാം. അവ്യക്തൻ, അചിന്യൻ, അവികാര്യൻ എന്നിങ്ങനെ ആത്മാവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ വിശേഷണങ്ങളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് അല്പമൊന്ന് വിചാരം ചെയ്യാം. നെക്സ്റ്റ്. അവ്യക്ത പഞ്ചമഹാഭൂതങ്ങളുടെ കാര്യമെടുക്കാം. സ്ഥൂലഭൂതങ്ങളെ ഇന്ദ്രിയങ്ങൾക്ക് എളുപ്പം ഗ്രഹിക്കാൻ കഴിയും. സൂക്ഷ്മഭൂതങ്ങളെ എളുപ്പം ഗ്രഹിക്കാനാവില്ല. ഏറ്റവും സ്ഥൂലമായ ഭൂമിയെ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ടും അറിയാൻ കഴിയുന്നു. എന്നാൽ ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തെ നേരിട്ട് ദർശിക്കാൻ ഇന്ദ്രിയങ്ങൾ സമർത്ഥങ്ങളല്ല. എങ്കിലും പഞ്ചഭൂതങ്ങളിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മമായ ആകാശത്തിനും കാരണമായ ആത്മാവ് അത്യന്തം സൂക്ഷ്മമാകയാൽ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായി തീരുന്നില്ല. വ്യക്തമല്ലാത്തതുകൊണ്ട്, ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതുകൊണ്ട് ആത്മാവിനെ അവ്യക്തൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ശ്ലോകത്തില് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓവറോൾ ഉള്ള മൊത്തത്തിലുള്ള കാര്യം വെച്ച് ഈ ഭൗതികമായിട്ടുള്ള എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ചേഞ്ചസ് നടക്കുന്നു, ആ ചേഞ്ചസ് കൊണ്ടൊന്നും ഈ പരമാത്മ ചൈതന്യത്തിന് ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ആത്മാവിനെ മുറിക്കപ്പെടാത്തവനും ദാദാഹീനും നനയ്ക്കുന്നു ഉണക്കാനും പറ്റില്ല എന്നും അതുകൊണ്ട് ചില ഈ ഭൗതികമായിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഏതൊക്കെ എല്ലാ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുക്കളെയും നശിപ്പിക്കുന്നത് പോലെ ഈ പരമാത്മനെ നശിപ്പിക്കാൻ നോക്കത്തുള്ളൂ പറഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ മനസ്സിന്റെ നമ്മുടെ ഉള്ളിലുള്ള ചിന്താഗതിയാണ്. ശരീരം, മനസ്സ്, ബുദ്ധി തലത്തിലുള്ള കാര്യങ്ങളായി അടുത്ത ഈ അവ്യക്തവും അചിന്ത്യവും അവികാരവും എന്നുള്ളത്. അപ്പം അവ്യക്തം വെച്ചാൽ നമുക്ക് നമ്മുടെ ഏത് വസ്തുക്കളെ അറിയുന്നത് എങ്ങനെ? നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ടാണ് നമ്മൾ ഏത് വസ്തുക്കളെ നമ്മൾ അറിയുന്നത്. അപ്പം ഈ ഖരമായിട്ടുള്ളതും ജലമായിട്ടുള്ളതും വായു, അഗ്നി ഇതിനേക്കാണ്. പക്ഷെ ആകാശം ഇതിനെക്കാട്ടിലേക്ക് ഏറ്റവും സൂക്ഷ്മമാണ്. ഈ ഖരം നമുക്ക് വളരെ വ്യക്തമാണ്. ജലം ഒന്നും കൂടെ ഇതാണ്, അതിനെക്കാട്ടി ഇതാണ് അഗ്നി, അതിനെക്കാട്ടി ഇതാണ് വായു, അതിനെക്കാട്ടി സൂക്ഷ്മമാണ്. ഞാൻ അന്ന് പറഞ്ഞില്ല, സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ ചെറുതായി എന്നുള്ളതല്ല, അതിന്റെ വോളിയം ഇങ്ങനെ എക്സ്പാൻഡ് ആയി വരുന്നതാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോൾ വളരെ നമ്മൾ അതിനെ ഒരു ബ്രോഡർ വ്യൂവിൽ കാണാനാണ് പറയുന്നത്. അല്ലാതെ സൂക്ഷ്മമായിട്ട് ചിന്തിക്കുന്നത് പറയുമ്പോൾ നമുക്ക് തോന്നും അതിനെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ നാരോ ആയിട്ട് കാണുക എന്നുള്ളത് ഒരു അങ്ങനെ ഒരു വ്യംഗ്യാർത്ഥം വരും. പക്ഷെ അതല്ല, നമ്മൾ ഓരോ കാര്യത്തിനെയും സൂക്ഷ്മമായിട്ട് ചിന്തിക്കണം എന്ന് പറയുന്നതിനർത്ഥം നമ്മൾ അതിനെ ഒരു ബ്രോഡർ വ്യൂവിൽ കാണണം. അപ്പം ഖരം ഏറ്റവും കുറഞ്ഞിരിക്കുന്നത്, ഏറ്റവും കുറച്ചുള്ള സ്പേസ്, അതിനെക്കാട്ടി എക്സ്പാൻഷൻ ആണ് ജലത്തിന്, അതിനെക്കാട്ടി എക്സ്പാൻഷൻ ആണ് അഗ്നിക്ക്, അതിനെക്കാട്ടി എക്സ്പാൻഷൻ ആണ് വായുവിന്, വായുവിനെക്കാട്ടിൽ എക്സ്പാൻഡ് ആണ്, ഇൻഫിനിറ്റ് ആണ് ഈ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നമുക്ക് ഒരു ഭൂമി, ഖരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം, ജലത്തിനെ കാണാം, വായുവിനെ അത്രത്തോളം കാണാൻ പറ്റൂ. അഗ്നിയും ഇതുപോലെ തന്നെ. ഇതിനും മേളിലുള്ള ആകാശം, ഇതിനെ എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ആകാശം എത്രയോ ഈ ഫൈനായിട്ട് നമുക്ക് അതിനെ ടോട്ടലായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ആകാശത്തിന് ഒരു പരിധി വരെയൊക്കെ നമുക്ക് ആകാശം എന്നൊക്കെ ഒരു അത് ഇങ്ങനെ അപ്പം ഈ ആകാശത്തിനെയും നിലനിർത്തുന്ന ഒരു ഇതാണ് ആത്മാവ്. അപ്പം ഈ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം മഹത്വത്വം എന്നാ പറയുന്നത്. മഹത്വത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിനെയാണ് മഹത്വത്വം. അപ്പൊ ഈ മഹത്വത്തിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ ആദ്യം ആകാശം, പിന്നെ വായു, പിന്നെ അഗ്നി, പിന്നെ ജലം, പിന്നെ ഭൂമി. ഇങ്ങനെയാണ് പ്രപഞ്ചം ഫോമായത്, പ്രപഞ്ചം പ്രകടമായത് ഭൂമി കൂടെ. ഈ പഞ്ചഭൂതങ്ങളാണ് ഈ ആത്മാവിൽ, ദാറ്റ് ഈസ് ഈ പരമാത്മ ചൈതന്യത്തിൽ പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മ ഭാവത്തിൽ ഉണ്ടായിരുന്നു. എന്നുവെച്ചാലേ നമ്മളിപ്പോ കാണുന്ന ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നൊക്കെ പറയുന്നത് അത് പഞ്ചീകരണം, ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചീകരണം നടന്നുണ്ടായ അതാണ് പ്രപഞ്ചം. ഈ സൃഷ്ടിക്ക് മുമ്പ്
ഈ പരമാത്മ ചൈതന്യം ഇതെല്ലാം പഞ്ചഭൂതങ്ങളെല്ലാം സൂക്ഷ്മ ഭാവത്തിലുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതൊക്കെ അതിൻ്റെതായ ഒറിജിനൽ ഭാവത്തില്. ഇപ്പൊ കാണുന്നതല്ല ഒറിജിനൽ ആയിട്ടുള്ള ഭൂമി അല്ല. ഈ ഭൂമിക്കകത്ത് ബാക്കി 4 ഉണ്ട്. ഈ ഭൂമി എന്ന് പറയുന്നത്, ഭൂമിക്കകത്ത് സ്പേസ് ഉണ്ട്, ചൂടുണ്ട്, അഗ്നിയുണ്ട്, വായുവുണ്ട്, ജലമുണ്ട്. ഈ ബാക്കി 4 ഘടകങ്ങളിലും ഇത് ഓരോന്നിലും ഉണ്ട്. ഇത് പഞ്ചീകരണത്തിന് ശേഷമുണ്ടായ ഖരമ. ആദ്യം ഇതിന്റെ സൂക്ഷ്മഭാവമായിരുന്നു. അതിങ്ങനെ പ്രകടമല്ലായിരുന്നു. ജലം, വായു, അഗ്നി, ആകാശം ഇതെല്ലാം സൂക്ഷ്മഭാവത്തില് അത് മിക്സിംഗ് അപ്പ് ആയി. ഈ സൂക്ഷ്മഭാവത്തിലുള്ള ഈ പഞ്ചഭൂതങ്ങളിൽ മിക്സിംഗ് അപ്പ് ആയി അത് അതിന് ഞാൻ പാലിൽ നിന്ന് എങ്ങനെയാണ് നെയ്യ് വരുന്നത്? പാലെന്നുള്ളത് ഈ പരമാത്മ ചൈതന്യത്തിന്റെ പോലെ എടുത്തു കഴിഞ്ഞാൽ ആ പരമാത്മ ചൈതന്യത്തിൽ നിന്ന് പാലിൽ നിന്ന് നെയ്യ് അടഞ്ഞെടുക്കുമല്ലോ. അത് മോരായി അതിനകത്ത് നെയ്യ് കടന്നെടുക്കുമല്ലോ ആ പാലിൽ നിന്ന്. അതിന് നേരത്തെ അത് അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു അജിറ്റേഷനില് അതിങ്ങനെ സോൾഡ് ആയിട്ട് പ്രകടമായിട്ട് വരും. ആ അവ്യക്തമായിട്ടിരുന്ന നെയ്യ് പ്രകടമായി വരുന്ന പോലെ ഈ പരമാത്മ ചൈതന്യത്തിലെ പഞ്ചീകരണം നടന്ന് ഈ പഞ്ചഭൂതങ്ങൾ തരമായിട്ട് പ്രപഞ്ചം അത് പ്രകടമായ പഞ്ചങ്ങൾ. പ്രപഞ്ചം എന്ന് വെച്ചാൽ എന്താ? ഈ പഞ്ചഭൂതം പ്രകടമായി. അതാ പ്രപഞ്ചം, അതാ സൃഷ്ടി. ആദ്യം എപ്പോഴും ഉണ്ട് മാസ്. ഇപ്പൊ ഈ ഐൻസ്റ്റീന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, E = mc². നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ E is directly proportional to mass. എനർജി മാസ് ആവുന്നു, മാസ് എനർജി ആവുന്നു. ഇതാണ് ഈ സയൻസ് ഇതാണ് സയൻസ് ആണ്. യൂണിവേഴ്സൽ കോൺഷ്യസ് എനർജിന്ന് മാസ് പ്രപഞ്ചം ഉണ്ടാവുന്നു. അത് കുറേ വർഷങ്ങൾ നിലനിൽക്കും. ഉണ്ടായി നിലനിന്ന് മറയും. ഈ പ്രപഞ്ചം തിരിച്ചും എനർജി സ്റ്റേറ്റിലോട്ട് പോകും. ഇതൊക്കെ സയൻസിൽ പറയുന്നതാ. ഇത് തന്നെ കൃഷ്ണനും പറയുന്നത്. ഇതാണ് പാരമാർത്ഥിക സത്യങ്ങള്. അപ്പം ഈ ഒരു മാസിന് എനർജിയെ മാസാക്കാം, മാസിനെ എനർജിയാക്കാം. ഇതിനെ നശിപ്പിക്കാൻ ഒക്കത്തില്ല. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതിനെ ഉണ്ടാക്കാനും ഒക്കത്തില്ല, നശിപ്പിക്കാനും ഒക്കത്തില്ല. മാറ്റാം, ഒന്നിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം, അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. ഇതൊരു യൂണിവേഴ്സൽ കൺസെപ്റ്റാ, ട്രൂത്താ. ഇതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഈ ഒരു ബേസിക് പ്രിൻസിപ്പിളാണ് നമ്മൾ അത് വെച്ചിട്ടാണ് ഈ ശാസ്ത്രം ഇതിനെ പറയുന്നത്. ഈ ഒരു പ്രോസസ്സാണ്, ഈ ഒരു പ്രതിഭാസങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഈ പ്രതിഭാസത്തിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന എഫക്റ്റുകളും ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാ വെളിയെ വന്നതെന്നും ഇതിലോട്ട് എങ്ങനെയാ ചേരണ്ടേ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഭഗവത്ഗീത കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഫാക്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്താണ്? നമ്മൾ ഈ പരമാത്മ ചൈതന്യമാണോ? നമ്മൾ വെറും നമ്മൾ ജീവാത്മാവെന്നുള്ളൊരു ഭ്രമമാണ്. അപ്പം നമ്മൾ ഈ പരമാത്മ ചൈതന്യത്തിനെ നമ്മുടെ മാനസിക തലത്തിൽ എങ്ങനെ കാണണം എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വെച്ചാല് അവികാരി, ആദ്യം പറഞ്ഞത് അവ്യക്തം. നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ കൂടെ നമുക്ക് ഇതിനെ കാണാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇന്ദ്രിയങ്ങളിലൂടെ കാണാം. ഈ ആത്മാവിനെ ഇന്ദ്രിയങ്ങൾ വെച്ച് കാണാൻ അനുഭവിക്കാൻ അതുകൊണ്ട് ഇത് അവ്യക്തം. കാണാൻ പറ്റാത്തതെല്ലാം അവ്യക്തമാണ്. ഇപ്പം ഇന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് മാത്രമല്ല, രുചിക്കാനോ മണക്കാനോ ഇങ്ങനെ 5 തരം നമുക്ക് ഇന്ദ്രിയവാസന ഉണ്ട്. സ്പർശിച്ചോ ഇങ്ങനൊന്നും നമുക്ക് ഇതിനെ അറിയാൻ പറ്റത്തില്ല ഈ പരമാത്മ ചൈതന്യം. അപ്പൊ അതുകൊണ്ട് ഇത് അവ്യക്തമാണ്, കാണാൻ പറ്റുന്നതല്ല. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ല. ഗോചരം മീൻസ് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെയാണ്. അപ്പൊ ഈ പരമാത്മ ചൈതന്യത്തിനെ എന്റെ ഈ സ്ഥൂല ശരീരത്തിൽ, ദാറ്റ് ഈസ് ഇന്ദ്രിയ തലത്തിൽ എനിക്ക് ഇതിനെ അറിയാൻ പറ്റത്തില്ല. അതാണ് ആദ്യത്തെ പാരഗ്രാഫ് പറഞ്ഞത്. രണ്ടാമത്തെ പാരഗ്രാഫ് വായിക്കുക. അശ്വതിക്ക് ബുക്കുണ്ടോ? അശ്വതിയുടെ കയ്യില് ചേച്ചിക്ക് വായിക്കാവോ? ഉണ്ട് സാറേ, ഉണ്ടെങ്കിൽ അശ്വതി വായിക്കും. ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ. ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ കഴിയുന്ന വസ്തുവെ വ്യക്തമെന്നും ഒരു ഇന്ദ്രിയത്തിൽ നിന്നും ദർശിക്കാൻ കഴിയാത്തതിനെ അവ്യക്തമെന്നും പറയുന്നു. ബീജവും വൃക്ഷവും നോക്കുക. ബീജത്തിൽ നിന്ന് മുളച്ചു വന്ന് പന്തലിച്ചതാണ് വൃക്ഷമെങ്കിലും സ്ഥൂലമായ വൃക്ഷത്തെ സൂക്ഷ്മമായ ബീജത്തിൽ കാണാനൊക്കില്ല. മാവ് അതിന്റെ വിത്തിൽ അവ്യക്താവസ്ഥയിൽ നിലകൊള്ളുന്നു. പരമ്പൊരുൾ അവ്യക്തമാണെന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇന്ദ്രിയബാഹ്യങ്ങളായ
ദൃശ്യവസ്തുക്കളെ ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാം. ആത്മാവാകട്ടെ ദൃശ്യവസ്തു അല്ല, ഇന്ദ്രിയങ്ങളിൽ ചൈതന്യമായി വർത്തിക്കുന്ന ദ്രഷ്ടാവാണ്. ആത്മചൈതന്യത്തെ ആശ്രയിച്ചാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അറിയുന്നത് തന്നെ. ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ദൃശ്യങ്ങളെ ദർശിക്കുന്ന ദ്രഷ്ടാവിനെ ദൃശ്യവസ്തുവായി ദർശിക്കാൻ ഇന്ദ്രിയങ്ങൾ സമർത്ഥങ്ങളാകുന്നത് എങ്ങനെ? അപ്പോ അതാ ഇത് നമ്മൾ ഇത് നേരത്തെ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ടോർച്ചിന്റെ കൂട്ട്, ഒരു ടോർച്ച് ലൈറ്റിന് ഒരു ആഗ്രഹം, ഈ ലൈറ്റ് എനിക്ക് വരുന്നത് എവിടുന്നാണെന്ന് അറിയണം. ഇതെനിക്ക് ഈ ടോർച്ച് ലൈറ്റ്, അപ്പൊ അത് അതിന്റെ നമുക്ക് ബാറ്ററി നിന്നാണല്ലോ വരുന്നത്. പക്ഷെ ആ ടോർച്ച് ലൈറ്റിന് ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി കാണാൻ പറ്റുമോ? ആ ടോർച്ച് അത് കാണാൻ വെക്കുമ്പോഴത്തേക്ക് ആ ലൈറ്റ് പോകും, പിന്നെ ബാറ്ററി അറിയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന പുറയിലിരിക്കുന്ന ആ സോഴ്സ് ഇതാ. അതുകൊണ്ടാണ് എന്റെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അപ്പൊ ആ ബുദ്ധി കൊണ്ട് പുറയിലിരിക്കുന്നതിനെ അറിയാൻ പറ്റൂ? അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവം ഉള്ളതിനെ കൊണ്ട്, അങ്ങനെയുള്ളതിനെ കൊണ്ട് അനുഭവിക്കാൻ പറ്റുന്നതല്ല ഈ പരമാത്മ ചൈതന്യം. അതാണ് ആ ഒരു പാരഗ്രാഫ് പറയുന്നത്. ഇതിന് വായിക്കാമോ അടുത്തത്? അചിന്ത്യ. വായിക്കാം സാർ. അചിന്ത്യ. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആത്മാവിനെ അറിയാൻ പറ്റില്ല എന്ന് മുൻ വിശേഷണം സൂചിപ്പിച്ചു. എന്നാൽ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ കഴിയുമോ എന്നാണെങ്കിൽ അതും വയ്യ എന്ന് ഈ വിശേഷണം വ്യക്തമാക്കുന്നു. മനസ്സും ബുദ്ധിയും ജഡവസ്തുക്കളാണ്. മനസ്സിന് സങ്കല്പിക്കാനും ബുദ്ധിക്ക് ബോധിക്കാനും കഴിവ് നൽകുന്ന ചൈതന്യമാണ് ആത്മാവ്. ആത്മചൈതന്യത്താൽ മാത്രം സചേതനങ്ങളായി ഭവിക്കുന്ന മനോബുദ്ധികൾ അവയുടെ വ്യാപാരങ്ങൾ, സങ്കല്പ വിചാരങ്ങൾ നടത്തുവാൻ സമർത്ഥങ്ങളായി തീരുന്നതല്ലാതെ സ്വചേതനയായ ആത്മാവിനെ മനോബുദ്ധികളിൽ ദ്രഷ്ടാവായി വർത്തിക്കുന്ന ആത്മചൈതന്യത്തെ അറിയാൻ സമർത്ഥങ്ങളല്ലെന്ന് സ്പഷ്ടം. ദൂരദർശനിലൂടെ ബാഹ്യവസ്തുക്കൾ നിരീക്ഷിക്കാം, എന്നാൽ നിരീക്ഷകനെ നിരീക്ഷിക്കാൻ ദൂരദർശനിക്ക് കഴിയുമോ? ദ്രഷ്ടാവ് ദൃശ്യമായി ഭവിക്കില്ല എന്ന് ചുരുക്കം. മനോബുദ്ധികൾക്ക് അറിയാൻ പറ്റാത്തതുകൊണ്ടാണ് ആത്മാവിനെ അചിന്ത്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതെ, ആദ്യത്തെ ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മുടെ മനോബുദ്ധികളെ കൊണ്ട് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്തത്. മനോബുദ്ധികളെ കൊണ്ട് ഈ പരമാത്മ ചൈതന്യം അറിയാൻ പറ്റത്തില്ല. അപ്പം ഇതിനെ രണ്ടിനെയും പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യത്തിനെ ഇതുകൊണ്ട് ഈ ഒരു ഉപകരണം കൊണ്ട് അറിയാം. ഇതൊരു ഉപകരണമാണ്. ഈ ഉപകരണത്തിന് ടോർച്ച് പോലെ ഒരു ഉപകരണമാണ് ഇത്. ഇതിനകത്തോട്ട് പരമാത്മ ചൈതന്യം വരുമ്പോഴാണ് ഇതിന്റെ പ്രവൃത്തികൾ വരുന്നത്. അത് നമ്മൾ ആ പ്രവൃത്തി കൊണ്ട് പുറകോട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ചൈതന്യം വിടും. നമ്മൾ അതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതിനെ കാണാൻ പറ്റത്തില്ല. അപ്പൊ എന്ന് പറയുന്ന പോലെ എന്റെ മനസ്സിൽ കൂടെ ചിന്തിച്ച് എനിക്ക് ഒരു അറിവ് നേടാൻ പറ്റത്തില്ല. ഈ പരമാത്മ ചൈതന്യത്തെ കുറിച്ച് എനിക്ക് വളരെ ബുദ്ധിപരമായിട്ട് ഞാൻ ചിന്തിച്ച് ഇപ്പൊ ഞാൻ ഇതിനകത്ത് കുറെ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അത് എന്തുവാന്ന് പറയാൻ പറ്റുന്നില്ല, ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതിലോട്ടുള്ള കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കുക. ഇതല്ല കേട്ടോ, മറ്റേതല്ല, അങ്ങനെ ഒക്കത്തില്ല, അതിനെ നശിപ്പിക്കാൻ ഇങ്ങനെ ഒക്കത്തില്ല, ഇങ്ങനെ ഒക്കത്തില്ല, ഒന്നും ഭൗതികമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെ കൊണ്ടൊന്നും ഒക്കത്തില്ലെന്നും മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ ഇരിക്കുമെന്നോ അങ്ങനെ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ പരിമിത ഇൻഫിനിറ്റ് ആണ്. അതിന് ഒരു ദേശകാല പരിമിതിയിലാണെങ്കിൽ സ്പ്രെഡ് എടുക്കാൻ അതിനെയും മുറിക്കാനൊക്കത്തില്ല. അത് സ്ഥിരമാണ്, എങ്ങോട്ടും പോകുന്നില്ല, മാറുന്നില്ല, പണ്ടേ ഉള്ളവനാണെന്നൊക്കെ പറയുന്നത് ഇതൊക്കെ നമുക്ക് ബാക്കി ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പൊ ആ രീതിയിൽ പറയാമെന്നല്ലാതെ എന്റെ ബുദ്ധി കൂടെ ചിന്തിച്ച് എനിക്ക് ഇതിനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ബുദ്ധി കൂടെ അറിഞ്ഞു വേണം നമ്മൾ ഇതിനകത്തിലോട്ട് പോകാൻ. അതിന് ബുദ്ധി വേണം. പക്ഷേ ഇതിന് പരമാത്മാവിനെ അറിയാൻ ബുദ്ധി കൊണ്ട് ഒക്കത്തില്ല. പക്ഷെ ഇതിലോട്ട് ലയിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ധ്യാനത്തിൽ കൂടെ, അതുവഴി ഒരു പോൾ വാട്ട്, ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പോൾ വാട്ടിൽ എങ്ങനെയാ വിജയിക്കുന്നത്? ഒരു കമ്പെടുത്തോണ്ട് പോയി ഓടിപ്പോയി കുത്തി പൊങ്ങി ആ കോഡ് കിടക്കണം. വിജയത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിലും ആ കോടി ടച്ച് ചെയ്യാതെ അപ്പുറത്ത് വീഴണം. അപ്പൊ ഈ പോള് പോലാണ് ഈ ബുദ്ധി. ഈ ബുദ്ധി കൊണ്ട് വേണം ഞാൻ ഇതിലോട്ട് ഉയർന്നിട്ട് ഞാൻ ആ ബുദ്ധിയെ വിടണം. ആ ബുദ്ധിയെ പിടിച്ചുകൊണ്ടിരുന്നാലേ എനിക്ക് പരമാത്മയിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഈ പോള് പോലെ ഈ ബുദ്ധിയെ ഉപയോഗിച്ച് എന്റെ മനസ്സിനെ ഉയർത്തി ഞാൻ പരമാത്മ ചെയ്തിട്ടുണ്ട്. പിന്നെ ബുദ്ധിയെ വിട്ടിട്ട് വേണം ലയിക്കാൻ. ബുദ്ധി വെച്ചാൽ പിന്നെ എനിക്ക് എന്റെ ചിന്തകളെ, എന്റെ അന്ധകരണത്തിനെ ഞാൻ ഇല്ലാതാക്കണം. എന്റെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയിലോട്ടേ എനിക്ക് ആ സമചിത്തമായിട്ടുള്ള മനസ്സിലെ എനിക്ക് പരമാത്മ ലയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റത്തില്ല, മനസ്സിനും ബുദ്ധിക്കും ഗ്രഹിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അടുത്തത് വികാരം.
എന്നുള്ളതാണ്. അടുത്ത് ആർക്ക് വായിക്കാം? ചേച്ചിക്ക് വായിക്കാവോ? വായിക്കാം. അവികാരിയ, വികാരങ്ങൾ പരിണാമങ്ങൾ ഇല്ലാത്തത്, എല്ലാമായി എങ്ങും നിറഞ്ഞു വിളങ്ങുന്ന പരമാത്മാവിന് അവയവങ്ങൾ അല്ലെങ്കിൽ അംഗങ്ങളില്ല. അവയവങ്ങൾ ഉള്ളതാണെങ്കിൽ രൂപവും കാണും. രൂപങ്ങൾ ഉള്ളവയൊക്കെയും പരിച്ഛിന്ന വസ്തുക്കളുടെ കൂട്ടത്തിൽപ്പെടും. പരിച്ഛിന്ന വസ്തുക്കളൊക്കെ കാലത്തിന്റെ പിടിയിൽ പെടുന്നവയാകയാൽ വികാരങ്ങളും പരിണാമങ്ങളും ഉള്ളവയായിരിക്കും. അപരിമേയനായ പരമ്പൊരുളിന് ഈ നശ്വര ധർമ്മങ്ങളൊന്നും ബാധകമല്ല. ഹേ അർജുന, ഇപ്രകാരം ആത്മാവിന്റെ അവിനാശത്വത്തെ അറിഞ്ഞ് ശോകമോഹങ്ങൾ വെടിയൂ. നീ കൊല്ലുന്നുവെന്നും അവർ മരിക്കുന്നുവെന്നും കരുതുന്നത് യാഥാർത്ഥ്യമറിയായികയാലാണ്. ആത്മാവ് കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. പിന്നെ ഈ ശോകത്തിന് എന്ത് അവകാശം? ഇനി ഭൗതികവാദികൾ കരുതുന്നത് പോലെ ആത്മാവിന് നാശമുണ്ടെന്ന് തന്നെ കരുതുകയാണെങ്കിലും ദുഃഖത്തിന് അവകാശമില്ലെന്ന് കാണിക്കുന്നു. അപ്പൊ അത് അടുത്ത അവികാര്യം വെച്ചാല് വികാരമില്ലാത്തത്. വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് പരിണാമത്തുള്ളതാണ്. വികാരം എനിക്ക് അങ്ങനെ നിൽക്കുവോ? എനിക്കൊരു ദേഷ്യം വന്നു, ഒരു വിഷമം വന്നു, അങ്ങനെ നിൽക്കുവോ? അത് വന്നു പോയി. അപ്പൊ ഈ വികാരങ്ങൾ ഈ ഒരു പരമാത്മ ശരീരത്തിന് വികാരമില്ല. വികാരങ്ങളെല്ലാം പരിണാമമുള്ളതാണ്. പരിണാമം വെച്ചാൽ എന്താ? മാറ്റം ഉണ്ടാവുന്നതാ, എവല്യൂഷൻ ഉള്ളതാ. അതിപ്പം വികാരവും ഇല്ല ഇതിന്. അപ്പം ഈ വികാരവും ഇല്ല, പക്ഷെ ഇതൊരു ബോധമാണ്. ഇപ്പൊ നമ്മൾ പറയുന്നത് മനസ്സിന്റെ ബോധമല്ല, ശുദ്ധ ബോധം. നമ്മുടെ മനസ്സിന് ബോധമുണ്ട്, നമ്മുടെ വാസനയിലിരിക്കുന്ന ബോധം. ഇത് പ്രജ്ഞാനം എന്ന് പറയും. ഈ വാസനകൾ ഇല്ലാത്ത ഒരു ബോധം, ശുദ്ധ ബോധം. ഇത് അതുകൊണ്ട് അവികാരമാണ്, വികാരമില്ലാത്തതാണ്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചൊക്കത്തില്ല, വികാരത്തിൽ കൂടെ ഒക്കത്തില്ല, ചിന്തയ്ക്ക് കൂടെ ഒക്കത്തില്ല, ഇന്ദ്രിയത്തിൽ കൂടെ ഒക്കത്തില്ല. ഇതിനെ മനസ്സിലാക്കാൻ ഇതിനൊക്കെ അതീതമാണ്. അതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു ദൂരദർശിനി, ഒരു മൈക്രോസ്കോപ്പിൽ കൂടെ നമുക്ക് ദൂരമുള്ള ചെറിയ കാര്യങ്ങളെയും കാണാം, എല്ലാത്തിനെയും കാണാം. ഈ കാണുന്ന ആളെ കാണാൻ പറ്റുമോ ദൂരദർശിനിക്ക്? ആ ദൃശ്യങ്ങളെ കാണാൻ പറ്റും. ഈ ദൃശ്യത്തിന് ഈ കാണുന്ന ആളെ കാണാൻ പറ്റത്തില്ല. നമുക്കെല്ലാം ഇത് ഈ വെളിയിലോട്ട് നോക്കാം, ഈ പുറയിരിക്കുന്നതിനെ കാണാൻ പറ്റത്തില്ല. അതാ ഓരോ എക്സാമ്പിൾസ് പറയുക ഇതിനെ ക്ലിയർ ചെയ്യാൻ, ഈ പരമാത്മ ചൈതന്യത്തിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഓരോ ശ്ലോകത്തിൽ കൂടെയും പല എക്സാമ്പിൾസ് പറഞ്ഞ് നമ്മളെ അത് ബോധ്യപ്പെടുത്തുക. പരമാത്മ ചൈതന്യത്തിന്റെ മഹത്വവും അതിന്റെ വ്യാപ്തിയും അത് നമുക്ക് ബുദ്ധി ഗ്രഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ജസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെ വെച്ചിട്ട് ഇതൊന്നുമല്ല, ഇതിനും അപ്പുറത്ത്, ഇതുമല്ല, ഇതിനും അപ്പുറത്ത്, അങ്ങനെയുള്ളൊരു സംഗതിയാണ് ഈ പരമാത്മ ചൈതന്യം. അതിലാണ് ഞാൻ എന്റെ വാസനയിൽ പ്രവർത്തിക്കുന്നത്. ആക്ച്വലി ഞാൻ അത് തന്നെ. ഈ കാണുന്നത് വെറും അൺറിയല, യഥാർത്ഥമല്ല. കാരണം കണ്ണാടി കാണുന്ന പ്രതിബിംബം പോലെ എന്നിൽ നിന്നുണ്ടായ ആ പരമാത്മ ചൈതന്യത്തിനുണ്ടായ പ്രകാശം റിഫ്ലക്ട് ഉണ്ടായതാണ് ഞാനിത്. ഈ വാസനകൾ നശിക്കുന്തോറും ഈ പ്രതിബിംബം ഇല്ലാതാവും, ഞാൻ അതായിട്ട് മാറും, ഞാൻ ആ ചൈതന്യമായിട്ട് മാറും. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ കാണപ്പെടുന്നത്? വാസന കാരണം. വാസന ഇല്ലെങ്കിൽ എനിക്ക് രൂപവും ഇല്ല, ഭാവവും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ആനന്ദ സ്റ്റേജ്, അതിന്റെ ഒരു ചില ആനന്ദമാണ്. ഞാൻ ആ ഒരു പരമമായ സ്റ്റേറ്റിലോട്ട് എന്റെ മനസ്സിനെ ഉയർത്താണെന്നാണ് നമുക്ക് മനുഷ്യന്മ കിട്ടിയേക്കുന്നത്. അപ്പം ഇതാണ്. ഇപ്പൊ സമയമാകാറായി. ശരിക്കും ഈ 2 ശ്ലോകങ്ങളും വായിച്ചിട്ട് ഇതിനെക്കുറിച്ച് ശരിക്കും നേരത്തെ കേൾക്കാത്തവര് റെക്കോർഡെല്ലാം കേട്ടിട്ട് എന്തെങ്കിലും വ്യക്തത കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കണം. ഈ സമയത്ത് ചോദിക്കാം, അല്ലാതെ ഫോൺ ചെയ്ത് ചോദിച്ചാലും മതി, നമുക്ക് ക്ലിയർ ചെയ്യാം. ഇനി അടുത്തത്, നമ്മൾ ഇതൊരു ആത്മീയ ലെവലിലുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരുന്നേ, പരമാത്മ ചൈതന്യം. ഈ ഭൗതികമായിട്ട് നോക്കുന്നവർക്ക് അടുത്ത ശ്ലോകത്തിൽ അങ്ങനെ ഭൗതികവാദികൾ കരുതുന്ന പോലെ ആത്മാവിന് നാശമുണ്ടെന്ന് കരുതുകയാണെങ്കിലും ദുഃഖത്തിന് അവകാശമില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഏതൊരു സംഗതിയെയും 4 രീതിയിൽ കാണാം. ശരീരത്തിന്റെ ലെവലിൽ കാണാം, മനസ്സിന്റെ ലെവലിൽ കാണാം, ബുദ്ധിയുടെ ലെവലിൽ കാണാം, പരമാത്മ ചൈതന്യത്തിന്റെ ലെവലിൽ കാണാം, വിവേകത്തിൽ കാണാം. അപ്പൊ ഇത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ എന്നുവെച്ചാല് ശരീരത്തിന്റെ ലെവലും മനസ്സിന്റെ ലെവലും ബുദ്ധിയുടെ ലെവലിലും കാണുന്നതാണെങ്കിൽ ഞാൻ ശരീരമാണ്, ഞാൻ നശിക്കുന്നതാണ്, ഞാൻ ജനിക്കുന്നു, ഞാൻ മരിക്കുന്നു, ആ രീതിയിലാണെങ്കിൽ പോലും നിനക്ക് ദുഃഖിക്കാൻ അവകാശമില്ലെന്ന് അടുത്ത